ഇന്നൊരു സ്പെഷ്യൽ കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കപ്പലണ്ടിയും ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു മധുര പലഹാരമാണ് കപ്പലണ്ടി മിഠായി. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ നല്ല ഇഷ്ടവുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇവിടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ മധുരം കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 2 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. കപ്പലണ്ടി വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് 1 കപ്പ് എള്ള് കൂടി വറുത്തെടുക്കാം. എള്ള് വറവായതിന് ശേഷം നമുക്ക് 1 കപ്പ് അവൽ കൂടി വറുത്തെടുക്കാം. അപ്പോൾ അവലും എള്ളും കപ്പലണ്ടിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 3ഉം വെച്ചിട്ടാണ് നമ്മളിന്ന് മിഠായി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് കേട്ടോ ആവശ്യമുള്ളത്. ഒരു 1/2 കിലോ ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ കപ്പലണ്ടിയും എള്ളും അവലും ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ച മിക്സ് കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഈ കപ്പലണ്ടി മിഠായി നമ്മൾ ചൂടോടുകൂടി ഉരുട്ടാനോ പരത്താനോ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇതിനെ നേരെ ശർക്കര പാനിലിട്ട് നന്നായിട്ട് മിക്സാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം വലിയ വലിയ കട്ടകളുണ്ടെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതി. അപ്പം നമ്മളുടെ സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടോ. എള്ളിനായാലും കപ്പലണ്ടിക്കായാലും ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. അതുമാത്രമല്ല, വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ധൈര്യത്തോടെ നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും വേഗം തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണേ.